എത്ര സാമർഥ്യമുള്ളയാളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് മികവ് തെളിയിക്കാൻ കഴിയാതെ പോകും. ഒരിടത്തും ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ചിലയിടങ്ങളിൽ അവരറിയാതെ പരാജയം സമ്മതിക്കേണ്ടി വരും. എൻ്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും പിഴയ്ക്കില്ല എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കും തീർച്ചയായിട്ടും എപ്പോഴെങ്കിലുമൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ വിചാരിക്കുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ, ഞാൻ വിചാരിക്കുന്നത് പോലെ മാത്രമേ ഇനി മുന്നോട്ട് പോകൂ എന്നൊക്കെ വിചാരിച്ച് ശാഠ്യം പിടിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് പലപ്പോഴും പിന്മാറേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യം മാത്രമാണ്. എന്നാൽ നോക്കൂ, കണക്ക് കൂട്ടലുകൾ തെറ്റാത്ത, എവിടെയും പിഴവ് സംഭവിക്കാത്ത, ഒരിക്കലും തോൽക്കാത്ത, തന്നോട് കൂടെ നിൽക്കുന്നവരെ ആരെയും തോൽവിയിലേക്ക് നടത്താത്ത ഒരു ദൈവമുണ്ട്. അങ്ങനെ ഒരു സന്തോഷമാണ് തുടർന്ന് ഞാൻ പങ്കിടുന്നത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി റോമാലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം വായിക്കട്ടെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് വർണ്ണിക്കുന്ന കൂട്ടത്തിൽ റോമാലേഖന കർത്താവായ പൗലോസ് ജീവിത വിജയത്തിന് വിശ്വാസത്തിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് തെളിയിക്കത്തക്ക നിലകളിലാണ് അബ്രഹാമിന്റെ ഓരോ ദിവസത്തെയും ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിളിച്ച് പുറപ്പെടുവിച്ച നാൾ, അല്ലെങ്കിൽ ദൈവം തന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം, അങ്ങനെയുള്ള വാക്ക് കേട്ട് പിന്നീടൊരു തീരുമാനത്തിലേക്ക് പിറകോട്ട് നോക്കാതെ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ചിന്തിച്ച് നോക്കാതെ ദൈവം പറഞ്ഞ വാക്കിന് ഉടൻ തന്നെ യെസ് പറഞ്ഞിട്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിച്ച ആളാണ് അബ്രഹാം. അപ്പോൾ തനിക്ക് വയസ്സ് 75, തനിക്ക് തലമുറകളില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തം മാത്രമാണ് അപ്പോൾ തനിക്കുള്ളത്. ഒരു കാര്യം തനിക്ക് ഉറപ്പുണ്ടായിരുന്നു, തന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ ചിന്തകൾക്കനുസരിച്ച് പറയുകയാണെങ്കിൽ 75-ാമത്തെ വയസ്സിൽ സംഭവിക്കാത്ത അത്ഭുതം 76-ാമത്തെ വയസ്സിൽ സംഭവിക്കുമോ? തീർച്ചയായിട്ടും സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ വർഷവും സാധ്യത കുറയുന്നതിലേക്കല്ല അബ്രഹാം നോക്കിയത്. എത്ര സാധ്യത കുറഞ്ഞാലും എല്ലാ അസാധ്യങ്ങളെയും സാധ്യമാക്കാൻ കഴിയുന്ന ദൈവത്തെങ്കിലേക്കാണ് താൻ നോക്കിയത്. ഈ ചെറിയ സന്ദേശം ശ്രവിക്കുന്ന താങ്കളോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്ന് കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെടാൻ വരട്ടെ. നമ്മുടെയൊക്കെ ചിന്തയ്ക്കനുസരിച്ചും കണക്ക് കൂട്ടലുകൾക്കനുസരിച്ചും ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം 5 വർഷത്തിന് മുമ്പേ ലഭിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവം നിങ്ങൾക്ക് ഒരു അത്ഭുതം കരുതി വച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ യൗവനപ്രായത്തിൽ തനിക്ക് തലമുറ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു അത്ഭുതമാകില്ലായിരുന്നു, അത് ഒരു സ്വാഭാവിക സംഭവം മാത്രമാകുമായിരുന്നു. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് താൻ ഒരു സ്വാഭാവികമായ മറുപടിയുടെ ഉടമസ്ഥനായിത്തീരുക എന്നല്ല. കാരണം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് താൻ വിളിച്ച അതേ നിമിഷം മുന്നോട്ടിറങ്ങിയ ആളാണ് അബ്രഹാം. പ്രതിസന്ധികളെക്കുറിച്ചൊന്നും വേദപുസ്തകത്തിൽ വിവരണമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും സാമാന്യ ബുദ്ധി വെച്ച് നമ്മൾ ചിന്തിച്ചാലും അറിയാമല്ലോ, ഒരൊറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾക്കെല്ലാം തീരുമാനമുണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടുന്ന അബ്രഹാം. അങ്ങനെ തൻ്റെ നിലനിൽപ്പ് പോലും പരിഗണിക്കാതെ ദൈവത്തിൻ്റെ വാക്കിനനുസരിച്ച് മുന്നോട്ടിറങ്ങിയ അബ്രഹാമിന് വേണ്ടി ദൈവം ഒരു അത്ഭുതം കരുതി വെച്ചു. അതുകൊണ്ടാണ് 100-ാമത്തെ വയസ്സുവരെ ലഭിക്കാതിരുന്ന തൻ്റെ വാഗ്ദത്തം 100-ാമത്തെ വയസ്സിൽ തമ്പുരാൻ തനിക്ക് നൽകിയത്. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ലേഖനകർത്താവായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതൊരു കടങ്കഥയല്ല. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലൊന്നിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ അത്ഭുതത്തിനായി കാത്തിരിക്കുന്നുവോ ആ വിഷയങ്ങളിലൊക്കെ അവിടുത്തെ കരനീട്ടി സഹായിക്കണമേ. മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കാനിടയാകാതെ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പിനിടയാക്കുമാറാകണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.